മഴത്തോരു മുൻപിലിന് വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെയൊക്കെയാണ് രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വരികയാണ്. അപ്പം ഫുഡ് കഴിക്കാൻ വരുമ്പം അലീനെ കാണുന്നില്ല. ആൻ്റപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അലീനെ എന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇന്ന് ഉപവാസമാണെന്നാണ് പറഞ്ഞത്. എന്താ ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഇന്ന് വെള്ളിയാഴ്ചയാണോ എന്നൊക്കെ കേണൽ ചോദിക്കുന്നുണ്ട്. അല്ല പിന്നെന്താ, ആരെങ്കിലും മരിച്ച ദിവസമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, അല്ല പിന്നെ എന്താ അലീന ഉപവാസമാണെന്ന് പറഞ്ഞത്. അറിയത്തില്ല സാബ് എന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. എന്നിട്ട് പൗലോസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പൗലോസെ അലീന ഇപ്പം കിച്ചണിൽ വരാറുണ്ടോ, അലീനയായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ഇപ്പം വരാറില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അലീന ഇപ്പം കിച്ചണിലേക്ക് വരാറുണ്ടോ എന്ന് ചോദിക്കണം. ഇല്ല ഇപ്പം കിച്ചണിലേക്ക് വരാറില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ അലീന കുഞ്ഞിന് എന്തോ എന്നോട് വിരോധം ഉണ്ടായിരുന്നു, അതാണ് എന്നോട് ആദ്യമേ വഴക്കിടാൻ വന്നതെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതിന് അലീനയ്ക്ക് നിന്നെ നേരത്തെ അറിഞ്ഞൂടാലോ, നിങ്ങൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് അലീന നിന്നോട് വഴക്കിടാൻ വരേണ്ടത്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ചിലരെ കാണുമ്പം ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് അവരോടൊരു വിരോധം തോന്നില്ലേ, അങ്ങനെ എന്തെങ്കിലും ആ കുഞ്ഞിന് എന്നോട് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും എന്നോട് വഴക്കിടാൻ വന്നതെന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൊച്ചല്ല അലീന, അവൾ അങ്ങനെ ആരോടും ആവശ്യമില്ലാതെ വഴക്കിടാൻ വരത്തില്ല. പിന്നെ അലീന ഇപ്പം ഒരു കാര്യത്തിലും കിച്ചണിലേക്ക് വരാറില്ലല്ലേ, ഒരു കാര്യം നീ ഒരു തെറ്റും ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ പൗലോസ് പറയാണ്, ഞാനൊരു തെറ്റും ചെയ്യത്തില്ല, ഞാനൊരു വഞ്ചനയും കാണിക്കത്തില്ല കേണൽ സബ് പറയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാമെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. എന്തായാലും രാവിലെ ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് അലീന കുഞ്ഞ് വന്ന് കിച്ചണിൽ വന്ന് പറഞ്ഞെന്ന് പൗലോസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നെങ്കിൽ അവൾ നേരത്തെ തീരുമാനിച്ച ഈ ഉപവാസം, അപ്പം അവൾ ഇനി വരത്തില്ല, ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് സ്റ്റാൻലി ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ പുറത്തൊരിടത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ് സിറ്റ് ഔട്ടിൽ. അപ്പം അലീന ഫുഡ് കഴിക്കാൻ എന്തായാലും വന്നില്ല, അലീനയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് സ്റ്റാൻലി. അങ്ങനെ അലീന ഇരിക്കുന്നിടത്ത് സ്റ്റാൻലി ചെല്ലുകയാണ്. എന്നിട്ട് അലീന അടുത്ത് ചോദിക്കുന്നുണ്ട്, അലീന എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞ്, പൗലോസ് പറഞ്ഞ് നീ രാവിലെ ചെന്ന് കിച്ചണിൽ പെന്ന് പറഞ്ഞെന്ന് നിനക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ടെന്ന്, എന്താ കാര്യം, ഉപവാസമാണെന്നാണ് ആൻ്റപ്പൻ പറഞ്ഞത്. അപ്പം ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതെ ഉപവാസമാണ്, എനിക്കൊന്നും വേണ്ട. അതെന്താ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരെങ്കിലും മരിച്ച ദിവസം, എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസം എന്നൊക്കെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, പ്രത്യേകമൊന്നുമില്ല, എൻ്റെ ഈ ഉപവാസം പപ്പയ്ക്ക് വേണ്ടിയോ, എനിക്ക് വേണ്ടിയോ, ആ അതെ പപ്പയ്ക്ക് വേണ്ടി തന്നെയാണ്, പപ്പയുടെ ഈ കുടി കുറയാൻ. അപ്പോൾ സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറയാണ്, നീ ഉപവാസം എടുത്തെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കുടിയൊന്നും കുറയാൻ പോകുന്നില്ല. അപ്പം അലീന പറയുന്നുണ്ട്, പപ്പ ഇങ്ങനെ കുടിച്ചു പോയാൽ പപ്പയ്ക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് പിന്നെ ആരുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇന്നലെ തന്നെ റീത്താമ്മയും എല്ലാവരും കൂടെ വന്ന് എൻ്റെ അടുത്ത് 90 ദിവസത്തിനകം ഇവിടുന്ന് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ പോയില്ലെങ്കിൽ റീത്താമ്മ വീണ്ടും വരും, മറ്റുള്ള ആൾക്കാരെയും കൂട്ടി വരുമെന്നാണ് പറയുന്നത്, അപ്പം വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അവരൊക്കെ വരും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോയേക്കല്ലേ, ഇനി ആരും ഇങ്ങോട്ട് നിന്നെ ഭീഷണിപ്പെടുത്താൻ വരത്തില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം അലീന പറയുന്നുണ്ട്, പപ്പ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഈ വീട്ടിൽ വന്ന് അവർക്ക് എന്നെ ഭീഷണിപ്പെടുത്താം, അപ്പോൾ ഇങ്ങനെ കുടിക്കുന്ന പപ്പയ്ക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ പിന്നെ എന്തോ ചെയ്യും, എനിക്ക് ആരെങ്കിലും ഉണ്ടോ, എന്നെ അവർ എപ്പോൾ ഇവിടുന്ന് തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞെന്ന് ചോദിച്ചാൽ മതി, അത് പപ്പയ്ക്കും അറിയാം, അതുകൊണ്ട് പപ്പ കുടി കുറച്ചേ പറ്റത്തുള്ളൂ, പപ്പയുടെ ഹെൽത്ത് നോക്കണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എന്നോട് വാശി പിടിക്കുകയാണോ, നീ ഉപവാസം ചെയ്തെന്നും പറഞ്ഞ് ഞാൻ കുടി കുറയ്ക്കാനോ ഒന്നിനും പോകുന്നില്ല, പിന്നെ എൻ്റെ ഹെൽത്ത് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, ഇടയ്ക്ക് ചെക്കപ്പ് നടത്തുന്നുണ്ട്, എനിക്ക് എൻ്റെ ബോഡിയിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ചിലപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും കാണത്തില്ല, ഈ കുടി കാരണം പിന്നെ എന്തെങ്കിലും കുഴപ്പം വന്നാലോ, അത് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം, നീ ഉപവാസം കടന്നെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കുടി കുറയ്ക്കാനോ എന്നെ നന്നാക്കാനോ നീ നോക്കണ്ട എന്ന് പറയാണ്. എന്നെ ആരും ഭരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നെ അനുസരിപ്പിക്കാമെന്ന് നീ വിചാരിക്കാൻ വേണ്ട എന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി അടുത്ത് അലീന പറയുന്നുണ്ട്, പപ്പയെ ഞാൻ അനുസരിപ്പിക്കാൻ നോക്കിയിട്ടില്ല, ഞാൻ ഉപവാസം കിടക്കുന്നതിന് പപ്പയ്ക്ക് എന്താ വേണം, ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ലേ ഉപവാസം കിടക്കുന്നത്, അതുകൊണ്ട് പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇങ്ങനെ നീ വാശി പിടിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ എങ്ങനെ നീ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, പപ്പ പറഞ്ഞാൽ മതി, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറാണ്, അല്ലെങ്കിലും എല്ലാവരും കൂടെ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, പപ്പ എപ്പോൾ സമ്മതം മൂളുന്നു അപ്പം ഞാൻ ഇവിടുന്ന് പോകാം, എനിക്ക് വണ്ടിക്കൂലി മാത്രം തന്നാൽ മതി, ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാമെന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ദേഷ്യം അങ്ങ് പോവുകയാണ്. അലീന ഒന്നും മിണ്ടാതെ വീണ്ടും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അലീന സ്റ്റാൻലിക്കെതിരെ സമരം നടത്തുകയാണ്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ നേരെ ചെന്ന് അവതക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. എന്താ ലാലിച്ച, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവതക്കുട്ടി എടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന എന്നെ തോപ്പിക്കാൻ ഇരിക്കുകയാണ്. അപ്പം എന്ത് പറ്റി ലാലിച്ച, എന്ത് പറ്റിയെന്ന് അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. അവളെ ഉപവാസം തുടങ്ങിയിരിക്കുകയാണ്, അവൾ ആഹാരം കഴിക്കത്തില്ലെന്ന്,
എൻ്റെ കുടി കുറച്ചാലേ അവൾ ആഹാരം കഴിക്കത്തോളെന്ന്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി അത് ചിരിക്കുന്നുണ്ട്. എന്താ പപ്പാ ചിരിക്കുന്നത്? അപ്പനും കൂടെ കൂടി ചേർന്നാണോ ഇത് നടപ്പാക്കുന്നത്? ഞാനൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. എന്നോട് അവൾ ഇതൊന്നും പറഞ്ഞിട്ടും ഇല്ലെന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. എന്നെ അങ്ങനെ തോപ്പിക്കാമെന്ന് അവൾ വിചാരിക്കേണ്ട. ഇതുവരെ ആരും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ടാണ് ഇപ്പം വന്ന് അലീന പറയുമ്പോൾ ഞാൻ കേൾക്കുമെന്ന് അപ്പൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ചിന്നമ്മയല്ലേ, നിന്നെ വരച്ച വരയിൽ നിർത്തുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പം അപ്പനും കൂടെ അറിഞ്ഞു വെച്ചോണ്ടാ ഈ ഒരു സമരം ഇല്ലയെന്ന് ചോദിക്കാണ്ട്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ. അത് അവൾ സ്വയം എടുത്ത തീരുമാനമാണ്. പിന്നെ അതിൽ കുറ്റം പറയാനും പറ്റത്തില്ല. നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ. അപ്പം ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾ പറയുന്നത് എനിക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ അവൾക്ക് ആരുമില്ലെന്ന്. അത് സത്യമല്ലേടാ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ അവൾക്ക് ആരുണ്ട്? ഈ ഉള്ളപ്പം തന്നെ ആ റീത്തമ്മ വന്ന് അവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയത്. ഓ, അതപ്പച്ചൻ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അലീനയെ വിളിച്ചപ്പം അവൾ എന്നോട് പറഞ്ഞെന്ന് അവതക്കുട്ടി പറയാണ്. അപ്പം ഇതും അപ്പനും അറിഞ്ഞുകൊണ്ടുള്ള കളിയായല്ലേ. ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല ലാലിച്ച. ഇത് അവളുടെ തീരുമാനമാണെന്ന് അവതക്കുട്ടി പറയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ അവളെ വിളിച്ചു പറഞ്ഞു, അവൾ എന്നെ അങ്ങനെ തോപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, ഞാൻ അങ്ങനെ തോറ്റൊന്നും കൊടുക്കത്തില്ലെന്ന് പറയാണ്. അതിനുശേഷം ഫോൺ വെച്ചതിന് ശേഷം സ്റ്റാൻലി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അവതക്കുട്ടി അന്നേരം മനസ്സിൽ വിചാരിക്കുകയാണ്, അവൾ മിടിക്കുകയാണ്, അവനെ നന്നാക്കി എടുക്കുമെന്ന് അവതക്കുട്ടി ഇങ്ങനെ വിചാരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങ് കടപ്പാട്ടൂർ ബബുതിയാണെങ്കിൽ അമലിനെ കാണാൻ പോവാണ്. അമലിനെ തന്നെ ഒഴിവാക്കുന്നതുകൊണ്ട് ബബുതിക്ക് നല്ല വിഷമമാണ്. അങ്ങനെ അമലിനെ കാണാൻ ബബിത പോവുകയാണ്.